ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് വലിയൊരു അക്കിടി പറ്റിയേ. അതായത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ട്രക്കിങ്ങിന് പോയിട്ട് വന്നിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഞാൻ എടുത്തു, എഡിറ്റ് ചെയ്തു, എക്സ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കൂടുതൽ ഇമേജസ് ആയതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എനിക്ക് ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എക്സ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അതിനകത്തു നിന്നുള്ള എല്ലാ കണ്ടന്റും പോയി. അങ്ങനെ ആകെപ്പാടെ അക്കിടി പറ്റിയിട്ടിരിക്കുകയാണ്. സോ കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ഡേ ഞങ്ങൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഉള്ള ഡിന്നറാണ് കേട്ടോ ഇത്. ഗുലാബ് ജാം ഉണ്ടായിരുന്നു, പിന്നെ കിഡ്നി ബീൻസിൻ്റെ രാജ്മ കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നോൺ വെജ് ഇല്ല എങ്കിലും നോൺ വെജിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള വെജ് ഫുഡാണ് കേട്ടോ അവിടുത്തെ. അപ്പം ഞങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഞാൻ വന്ന് ഉടനെ കുളിച്ചു. എന്നിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ ഈ ഒരു ദിവസം ആദ്യമേ ഞാൻ എവിടെയാണ് ട്രക്കിങ്ങിന് പോയതെന്ന് വെച്ചെന്നാൽ ഫസ്റ്റ് നമ്മൾ പോയത് അലക്സാണ്ടർ പോയിന്റിലായിരുന്നു. അലക്സാണ്ടർ പോയിന്റിലെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ സോറി എനിക്ക് ഞാൻ ആദ്യമേ ഇത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് തന്നെ എനിക്ക് വിഷമമായി. കാരണം എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യല്ലേ. ഈ ഒരു ടൈമില്ലാത്ത ടൈമിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇതെല്ലാം മാനേജ് ചെയ്തിട്ട് അത് മിസ്സായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്കോ പോയിന്റിൽ പോയി. എക്കോ പോയിന്റിൽ പോയിട്ട് പിന്നെ നമ്മൾ സൺസെറ്റ് പോയിന്റിൽ പോയി. ഇത്രയും പോയിന്റിലായിരുന്നു നമ്മൾ അന്ന് പോയത്. എനിക്ക് പറയുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് മിസ്സായല്ലോ എന്ന്. ഓക്കെ, സാരമില്ല, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ബ്രഷ് ചെയ്തു. പിന്നെ ഞാൻ കുളിക്കാൻ നിന്നില്ല. അതായത് പോയിട്ട് വന്നിട്ട് നമുക്ക് എന്തായാലും കുളിക്കണം. അപ്പോൾ നമുക്കൊരു 6 ആണ് പറഞ്ഞത്. അപ്പോൾ 6:30 ആകുമ്പോഴെങ്കിലും നമ്മൾ റെഡി ആവണമല്ലോ. ഞങ്ങൾ പക്ഷേ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് റെഡിയായി താഴേക്ക് ചെന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു അവിടെ ആരും എഴുന്നേറ്റ് കാണത്തില്ല എന്നൊക്കെ. താഴേക്ക് ചെന്നപ്പോഴേക്കും എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. എനിക്ക് ആക്ച്വലി ഇത് കുറച്ച് ഷോക്കിങ്ങായിരുന്നു. ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാവരും ഡിലേ ആക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ കറക്റ്റ് ഭയങ്കര പഞ്ച്വൽ ആയിട്ടുള്ള ഒരു ടീമായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര എന്താ പിന്നെ ആത്മാർത്ഥതയോടെ വന്നൊരു ടീമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത മീൻസ് ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഡേ എനിക്ക് മിസ്സായി. അത് സെക്കൻഡ് ഡേയിൽ രാവിലെ നമ്മൾ എണീച്ച് ട്രക്കിങ്ങിന് പോകുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഡേ പോയ അതേ വഴി തന്നെയായിരുന്നു സെക്കൻഡ് ഡേയും നമ്മൾ കുറേ ഏരിയാസ് കവർ ചെയ്തത്. അപ്പോൾ ഇതാണ് ജുനൈദ, ആളാണ് ഈ നമ്മളുടെ ജേണി ക്രാഫ്റ്റിൻ്റെ ടീം ഹോസ്റ്റ് ചെയ്യുന്ന ആള്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ആള് പറയാണ് നമ്മളടുക്ക്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് എങ്ങനെ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടോയ് ട്രെയിൻ കിട്ടുമോ അങ്ങനെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളവിടെ ചെന്നപ്പം തന്നെ എവനുമായിട്ട് നല്ല കമ്പനി. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിനെല്ലാം എവനുണ്ടായിരുന്നു. അവൻ്റെ കഥകളും ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് അവൻ്റെ കുറേ ഗോസ്റ്റിൻ്റെ കഥകളൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, പോട്ടെ. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് മിസ്സായി പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതാണ് എക്കോ പോയിന്റ്. എക്കോ പോയിന്റിൽ നമ്മൾ ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ അലറലും കൂവലും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വോയിസ് ഒന്നും കട്ട് ചെയ്യാണ്ടിട്ടിരുന്നു. കാരണം ആ ഒരു കൂവലും ബഹളവും ഒക്കെ നിങ്ങൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത്രയ്ക്ക് കൂവലും ബഹളമായിരുന്നു ഇവിടെ. ഓക്കെ, അങ്ങനെ ഇത് നമ്മുടെ എക്കോ പോയിന്റിൽ അന്ന് ഞാൻ പറഞ്ഞ പോലെ തലേന്ന് വന്നപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. സോ പിറ്റേന്ന് നമ്മൾ കുറച്ച് രാവിലെ വന്നു. അവിടെ ബഹളമൊന്നുമില്ല. അവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആൾ കഴിഞ്ഞിട്ട് സമാധാനത്തിന് വന്നിരുന്നതാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ബഹളമൊന്നും വെച്ചില്ല. എല്ലാവരും ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ച് അടുത്ത പോയിന്റിലോട്ട് പോവുകയാണേ. പിന്നെ ഇവിടെ നമുക്ക് ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഒരു മലയുടെ പല സൈഡിൽ നിന്നുള്ള വ്യൂസ് ആണ്. അതാണ് നമ്മളുടെ വ്യൂ. ഇപ്പോൾ വാട്ടർഫാളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി നമുക്ക് ആ ഒരു ഡിഫറെൻറ്റ് വാട്ടർഫാൾസും അതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വാട്ടർഫാൾ ഇല്ലല്ലോ. ബട്ട് വേറൊരു കേസ്, ഞാൻ മതേരാനിൽ പോയ സമയം, അതായത് ആക്ച്വലി ഒരു സമ്മർ പോയിന്റ് പോലൊരു സമയമായിരുന്നു. അപ്പം ഞാൻ പോയപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ വാട്ടർഫോൾ കുറച്ചുകൂടെ മഴ പെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഭഗവാൻ ഈ പോയ നല്ല രസമുണ്ട്, പോയ ടൈം പക്കയാണെന്ന് തോന്നി. ഇത് നമ്മളെ മലങ്ക് പോയിന്റ് ആണ്. അവർ പറയാൻ നമ്മളടുത്ത് മലങ്ക് പാട്ടൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്, ചുമ്മാ കേട്ടോ. പക്ഷെ ഈ ഒരു പോയിന്റ് നല്ലതാണ്.
ആക്ച്വലി ഈ ഒരു പോയിന്റിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഇതിന് താഴെ കുറേ മറ്റേ കുട്ടി കുട്ടി വീടുകളൊക്കെ ഉണ്ട്. ഈ വീട്ടിലെ ആളുകളാണ് നമ്മള് ഈ മതേരാൻ, അതായത് അമൻ ലോഡ്ജിൽ നിന്ന് മതേരാനിലോട്ട് വരുമ്പോൾ നമ്മളെ റെയിൽവേ ട്രാക്കിലൊക്കെ കുറേ പേര് സാധനങ്ങൾ, പേരയ്ക്ക, അങ്ങനെ കുറേ സാധനങ്ങൾ അവര് വിൽക്കാനായിട്ട് വെച്ചേക്കുക. അത് ഇവിടുന്ന് ആളുകൾ ചുമന്നുകൊണ്ട് വരുന്നതാണ്. അതിൽ ഈ ചെറിയ പാത്തൊക്കെ ഉണ്ട്. ഞങ്ങള് നോക്കുന്ന സമയത്ത് അവിടെ ആളുകളൊക്കെ നടന്നൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. സോ ഇവിടുന്ന് ആളുകള് സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ഇവിടെ അമൻ ലോഡ്ജിലും മത്തേറാന്റെയും ഇടയ്ക്ക് കച്ചവടം ചെയ്യുന്നത്. അതിന്റെ ഒരു കച്ചവട മാർഗ്ഗമാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു മലൻ പോയിന്റിൽ നിന്ന് നമുക്ക് അവിടെ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നമുക്ക് അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഞാൻ കുറേ പേരെ വീഡിയോയിൽ ആ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഞങ്ങളെല്ലാവരും പോയ സമയത്ത് ചിലർക്ക് ആ ഒരു പാത്ത് കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം എന്താണെന്നറിയോ, ഭയങ്കര നാരോ പാത്താണേ, ഭയങ്കര ചെറിയ പാത്ത്. അതുകൊണ്ട് ഈ പാത്ത് കണ്ടോ, അതിന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഗുഹയല്ല, കൊക്ക പോലെ സ്ഥലം, ഭയങ്കര കുഴിയുള്ളൊരു സ്ഥലം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാൻ ഐ മീൻ നമുക്ക് താഴോട്ട് നോക്കിയാൽ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ചിലവരൊക്കെ അങ്ങ് മടിച്ചിരുന്നു. ഞാൻ ജസ്റ്റ് പോവാന്ന് വിചാരിച്ചു, ഞാൻ ജസ്റ്റ് പോയി. നമ്മൾ പിന്നെ അഡ്വഞ്ചറസ് ട്രിപ്പിന്റെ ആളാണല്ലോ. ബട്ട് ഇവിടേക്ക് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളുടെ കാലൊന്ന് ചെറിക്കാൻ തന്നെ താഴോട്ട് അങ്ങ് പൊക്കോളും. ഉരുണ്ട് 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 പോകും. ഒരു ഗ്രിപ്പ്, ഒരു മരം പോലും ഇല്ല. ഈ ഒരു മരം കഴിഞ്ഞ് പിന്നെ താഴോട്ടൊന്നും ഒരു മരം പോലും ഇല്ല ഒന്ന് പിടിച്ച് നിൽക്കാൻ പോലും. സോ നമ്മൾ ഏത് ട്രിപ്പ് പോവുകയാണെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാം, ബട്ട് ദ തിങ് ഈസ് കാൽക്കുലേറ്റഡ് റിസ്ക് വേണം അത് എടുക്കാൻ എന്നതാണ്. അപ്പോൾ ഈ ഒരു ഞാൻ കാണിച്ചു തന്നല്ലോ, ആ ഒരു കുഞ്ഞു പാത്താണ്, കുഞ്ഞു വഴിയാണ്. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ക്യാമറയൊക്കെ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു ക്യാമറ താത്ത് സൂക്ഷിച്ച് ഈ വഴി കണ്ടോ, ഈ വഴി ഇതാണ് വഴി, ആ ഒരു കുഞ്ഞു വഴിയാണ്, ആ വഴി കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ താത്ത് വെച്ച് സൂക്ഷിച്ച് ആണ് വന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ഡേഞ്ചറസ് മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം ഇതിന് താഴെ ജസ്റ്റ് Nilo is there. Or Umar is there. Umar, please say hi. Say hi. Umar, please say hi. Hi, and the Scott. Very nice, Nilo. അവനാണ്, ആ ഒരു ഉമർ എന്നാണ് അവനെ ഞങ്ങൾ വിളിച്ചത്. അവൻ്റെ പേര് ഉമർ എന്നാണ്. അപ്പം ഞങ്ങൾ ഇത് ആ ഒരു പോയിന്റിന്റെ എൻഡ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു വ്യൂ ഉണ്ട്. മറ്റൊരു വ്യൂ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾ പോകുന്നത് ഒരു സസ്പീഷ്യസ് സ്ഥലം, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, ഒരു സസ്പീഷ്യസ് സ്ഥലമാണ്. ആക്ച്വലി ഇതൊരു ഡോക്ടർ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. വിൻസെന്റ് സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ആളുടെ ഒരു കൊട്ടാരം പോലുള്ളൊരു സ്ഥലം, ആളുടെ ഒരു വീടുണ്ടെന്നൊക്കെ അവിടെ പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ആക്ച്വലി അങ്ങനെ പോയതല്ല, ഞങ്ങൾ വേറൊരു വ്യൂ പോയിന്റിലേക്ക് പോകുന്ന ഒരു വേ ആണിത്. അപ്പം അങ്ങനെ ഞങ്ങൾ പോയതാണ്. ബട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ആക്ച്വലി ബിറ്റ് സർപ്രൈസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പില്, മത്തേരാൻ ട്രിപ്പില് എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് തന്നെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ആക്ച്വലി ഈ മഴയൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വേറൊരു കേസ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ വന്നതിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ മിസ്സായി പോയിട്ട് പിന്നെ കാര്യമില്ലല്ലോ. ഞങ്ങളുടെ കൂടെ വന്നതിൽ ഈ റെയിനി സീസണിൽ, മൺസൂൺ സീസണിൽ മത്തേരയും കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആള് പറഞ്ഞൊരു കേസിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓരോരോ ഗോഷ്ടി കാണിക്കുന്നത്. അപ്പോൾ ആള് പറഞ്ഞൊരു കേസ് എന്ന് വെച്ചിരുന്നാൽ, ആള് മഴയത്ത് വന്നപ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു. അതായത് ഒരു വ്യൂ പോയിന്റ് പോലും ആൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആള് സമ്മറിൽ വീണ്ടും വന്നത്. അപ്പം അതൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ സമ്മറിൽ പോയെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമിക്കേണ്ട. കാരണം വ്യൂ പോയിന്റ്സിലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ സമ്മറിൽ തന്നെ വരണം. ഞാൻ പറഞ്ഞ ഒരു സസ്പീഷ്യസ് സ്ഥലം, പ്ലേസ് എന്ന് പറയുന്നത് ഇതാണേ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറയുമല്ലോ. എനിക്ക് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഈ ബിൽഡിംഗ് കണ്ടത്. നമ്മൾ സംഭവം സിനിമയിലെ പോലെ ആ ഒരു കാക്കയുടെ
സ്റ്റാച്ചു ഇരിക്കില്ല, അതുപോലെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ കണ്ടൊരു സ്ഥലമാണ് ഇത്. ഇറ്റ് വാസ് സോ നൈസ്, സോ സോ നൈസ്. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വ്യൂ പോയിന്റിലോട്ട് പോയി. അവിടെ ആണെങ്കിൽ വാഷ്റൂം നമുക്ക് നോക്കുമ്പോൾ കുറച്ച് മനസ്സിലാവും. കിച്ചൺ നമുക്കത് നമ്മളൊന്ന് ഇരുന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അത് കറക്റ്റ് മനസ്സിലാവില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് വ്യൂ പോയിന്റിൽ പോയി. ഈ വ്യൂ പോയിന്റിന്റെ പേര് എനിക്ക് സോറി കേട്ടോ, ഞാൻ മറന്നു. ഞാൻ ഓർത്തു, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. നമ്മൾ തന്നെ പേര് വല്ലതും പറഞ്ഞു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ വേലി കെട്ടി വെച്ചിട്ടുണ്ട്. മക്കള് പിന്നെ വേലി ചാടുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാനും ഈ വേലി ചെറുതായിട്ടൊന്ന് ചാടി. ഈ വേലി ചാടി കഴിയുമ്പോൾ അതിനിപ്പുറത്ത് ചെറിയൊരു കുന്ന് പോലൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് അവിടെ ആളുകൾ നിപ്പോണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോയില്ല.
അവിടെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് വ്യൂ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ വ്യൂ എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ എക്കോ പോയിന്റാ. ഈ കാണുന്ന നമ്മളെ എക്കോ പോയിന്റ്. അപ്പൊ നമ്മളിതിങ്ങനെ എന്താ പറഞ്ഞ ചുറ്റി വരാണ്. അതാണ് സംഭവം. ഇതില് ഓരോരോ പോയിന്റിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂസ് ഏകദേശം സെയിം തന്നെയാണ്. നമ്മള് കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഡേയിൽ നമ്മൾ പോയ സൺസെറ്റ് പോയിന്റ് അതെല്ലാം ഒരു പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഡിഫറെന്റ് വ്യൂ പോയിന്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു അങ്ങനെ ഒരു ഏരിയ ആണ് ആക്ച്വലി ഇത്. അപ്പം ഇവിടെ അതുപോലെ തന്നെയായിരുന്നു. ഇവിടെ നമുക്കൊരു വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വേലിയിൽ നിന്ന് ഇപ്പുറത്ത് ഞങ്ങൾ ചാടി. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ലേക്കും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റിയത്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഫസ്റ്റത്തെ വീഡിയോയിൽ നമുക്കൊരു സൺസെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ആ സൺസെറ്റ് മിസ്സായെന്നാണ് തോന്നുന്നത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ആ സൺസെറ്റ് പോയിന്റിൽ നിന്ന് കിട്ടിയ സൺസെറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. യാ അങ്ങനെ ഓക്കെ, അത് പോട്ടെ. അത് ഞാൻ കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് ഇടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ വേലിയൊക്കെ ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ ഒരു മതിൽ പോലെ ഒരു കുന്ന് പോലൊരു സ്ഥലമുണ്ട്. നമ്മൾ പിന്നെ അവിടെ വന്ന് നിന്നിട്ട് അവിടെ നിന്നുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ എടുത്തത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തു നിന്നും നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഏകദേശം സെയിമാണ്. അല്ലെങ്കിൽ അത്രത്തോളം നേച്ചറിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഒന്നിങ്ങനെ നോക്കി കാണുക. അതായിരിക്കും കുറച്ചുകൂടെ ഞാൻ എന്താ പറയുക ഭംഗി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടെ ഉള്ള വ്യൂ ഒക്കെ കഴിഞ്ഞു. ഇതായിരുന്നു നമ്മളെ ലാസ്റ്റ് വ്യൂ കേട്ടോ. ആ ഒരു ഭാഗത്തെ സെക്കൻഡ് ഡേ ട്രക്കിങ്ങിൽ നമ്മളുടെ ലാസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 8 ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 ഒക്കെ ആയപ്പോഴേക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും പോകാനുള്ളൊരു തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ചൊക്കെ നിന്നു. കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. എൻ്റെ ആദ്യമേ കണ്ട ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്നുള്ളതാണ്. നല്ല രസമാണ്. നമ്മൾ പുറത്ത് ഇറങ്ങി നിന്ന് ആ ഒരു വെയിലടിപ്പുറത്ത് നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ നമ്മളൊരു സോളോ ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ടൈം നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെയുള്ള ട്രിപ്പിലൊക്കെ നമുക്ക് ടൈം കൺസ്ട്രെയിൻ ആയിരിക്കും. ഇതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമിൽ കഴിക്കണം. നമ്മൾ രാവിലെ ഇത്രയും നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നമ്മളൊരു പരുവാകും കേട്ടോ. നടന്ന് നമ്മൾ ഊപ്പാട് വരുമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഈ ഒരു സ്ഥലത്താണെങ്കിൽ കുറേ പേര് ഫോട്ടോസ് എനിക്ക് ഇത്രയും സ്ഥലങ്ങളിൽ പോയെങ്കിലും എല്ലാവരും ഇങ്ങനെ ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സ്ഥലത്ത് എല്ലാവരും കുറേ നേരം സ്പെൻഡ് ചെയ്തു. കാരണം ഇതാണെന്നിരുന്നു നമ്മളുടെ ഒരു ഫൈനൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് കോൺ പുഴുങ്ങിയത് മേടിച്ചു കേട്ടോ. കോണ് ഇങ്ങനെ പുഴുങ്ങിയതല്ല, ഇത് ചുട്ടതാണ്. ചുട്ടത് മേടിച്ചു. പിന്നെ പൊന്നോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ. വിശന്നിട്ട് വരുന്നോണ്ടായിരിക്കും നമ്മളിങ്ങനെ വിശന്നിരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് കഴിക്കുന്ന ഒരു സാധനത്തിനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഉപ്പും മുളകും കൂടെ നാരങ്ങയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. കോണിൻ്റെ മുകളിൽ തേച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി കോൺ അത്ര ഇഷ്ടമല്ല. പക്ഷെ മൂന്നാർ പോയപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്കിത് വാങ്ങി തന്നിട്ട് തന്നെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനിത് പറഞ്ഞു, നല്ല നല്ല ഡീപ്പായിട്ട് നമ്മൾ കടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ മുകളിലത്തെ സാധനം മാത്രം കിട്ടും. ഡീപ്പായിട്ട് നല്ല കടിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ആദ്യം ഞങ്ങൾ എന്താണ് നടന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് കഴിക്കുക, അല്ലെങ്കിൽ കുരങ്ങൻ വന്ന് തട്ടിയെടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോകാനായിട്ട്, ഹോട്ടലിലോട്ട് പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഈ വഴിയിൽ കണ്ടാണ് ഈ ഛത്രപതി ശിവാജി മഹാരാജ് മെമ്മോറിയൽ. അപ്പോൾ അവരിത് പറഞ്ഞു ഇത് തടവുശാലയാണെന്ന്. അപ്പം ഞാൻ ചോദിച്ചു യു മീൻ സ്പാ സെൻറ്റർ? അപ്പോൾ അവർ പറഞ്ഞു ആ തടവല്ലേ, ഇത് വേറെ തടവ്. അങ്ങനെ എനിക്ക് ആക്ച്വലി കറക്റ്റ് എന്താണ് ഈ ഒരു പ്ലേസിന് വലിയ കാര്യത്തിൽ എനിക്കറിയില്ല, അവരെങ്ങനെയാണ് ഇപ്പോൾ ഈ പ്ലേസിനെ കീപ്പ് ചെയ്യുന്നതെന്ന് അറിയില്ല നമുക്ക്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ റൂമിൽ ചെന്നു. അതായത് ഇന്ന് ഈവനിങ് ആണ് എല്ലാവർക്കും ട്രെയിനിങ്ങിൽ. ഞങ്ങൾ ഇന്ന് തിരിച്ച് മുംബൈക്ക് പോവുകയാണ്. അതായത് ഞങ്ങൾ എല്ലാവരെയും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ മുംബൈയിലേക്ക് പോവുകയാണ്. സോ ഞങ്ങൾക്ക് ചെന്ന് ഉടനെ ഫുഡ് കഴിച്ച് റെഡിയായി ഇറങ്ങണം. സോ ഞങ്ങൾ ചെന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് ഇഡലി, പോഹ ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, ജാം ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഒരുപാട് ലേറ്റായി, ഞങ്ങൾ മുംബൈയിൽ എത്താനും നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് എല്ലാം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, അവിടുത്തെ ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഈ കുരങ്ങനെ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങളിവിടെ വരുവാണെങ്കിൽ കയ്യിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ മാതേരാനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഫ്രണ്ടിൽ ഒരു ചുമന്ന ഡ്രസ്സ് ഇട്ട് ഒരാൾ നടന്നു വന്ന് കാണാലോ, ആളാണ് ഞങ്ങളുടെ ചുമട് ഇങ്ങനെ ചുമടിങ്ങനെ എന്താ പറയുന്നത് വഹിച്ചുകൊണ്ട് പോകുന്ന ആളെ. എനിക്ക് ഭയങ്കര സങ്കടം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഇങ്ങനെ നീനുവിൻ്റെ അടുത്ത് പറയാം, നീനു നമ്മൾ ചെയ്യുന്നത് എന്താ, നീനു ഇന്ന് ചെയ്യിപ്പിക്കണം. കാരണം ഞങ്ങൾക്ക് ഈ വെയിറ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ എനിക്ക് വിഷമം വരും, എനിക്ക് എന്താ ഈ വെയിറ്റ് ചുമക്കാൻ പറ്റാത്ത. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ ഫ്രണ്ടിലെ ബാഗിനകത്ത് ഒരുപാട് വെയിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ചുമക്കാൻ പറ്റില്ല. ബാഗിനകത്ത് വെയിറ്റ് വന്നാലേ നമുക്ക് താങ്ങാൻ പറ്റും. സോ എൻ്റെ ബാക്ക് പാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരുന്നു. സോ എൻ്റെ വെയിറ്റ് ഫുൾ ഫ്രണ്ടിലായിരുന്നു. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര പെയിൻ ആയിരുന്നു, കഷ്ടം. ഇത്രയും 4 ബാഗ് ചുമന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് 600 രൂപയോ 500 രൂപയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ 100 രൂപയും കൊടുത്തു. കാരണം ഈ ബാഗ് ഞങ്ങൾ കുറച്ചു നേരം ചുമന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കെന്നല്ല, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പം 100 രൂപ എക്സ്ട്രാ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ല. ബട്ട് എന്നാലും ഞങ്ങളത് കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ കൊടുത്തു. പിന്നെ ഇത് ടോയ് ട്രെയിൻ വന്ന സമയത്ത്, ടോയ് ട്രെയിനിലൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ആ ഒരു പോയിന്റിൽ കുറേ പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഏകദേശം 12 മണി 1 മണിയാണ്. ഈ സമയത്ത് നമുക്ക് അവിടെ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നല്ല വെയിലാണ്. പിന്നെ ഈ ഒരു ചാക്ക് കെട്ടാണ് നമുക്ക് ഒരു അടയാളം, അതായത് ആമാൻ ലോഡ്ജിൽ നമ്മൾ എത്തി എന്നുള്ളൊരു അടയാളം ഈ ചാക്ക് കെട്ടാണ്. അതായത് ടോയ് ട്രെയിനിൽ നമ്മൾ ഫസ്റ്റ് ടേൺ എടുത്തപ്പോൾ തന്നെ ഈ ചാക്ക് കെട്ട് കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമൻ ലോഡ്ജിൽ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അമൻ ലോഡ്ജ് വരെ നമ്മൾക്ക് ഇത് ചുമക്കോളെന്ന്. പക്ഷെ അല്ലാട്ടോ, കുറേ അങ്ങ് കുറേ ദൂരം നമുക്ക് ചുമന്ന് വെച്ചു. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു റെഡ് ബാഗിൽ ഭയങ്കര വെയിറ്റ് ആണ്, അത് നീനുവിൻ്റെ ബാഗ്. നീനുവിൻ്റെ സാധനങ്ങളെല്ലാം ബാക്ക് പാക്കിനകത്ത് കൊള്ളുമായിരുന്നു. അപ്പോൾ റെഡ് ബാഗിനകത്ത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ആൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇതിനകത്ത് നിന്നുള്ളൊരു കാര്യം പറയാം, ഈ ട്രിപ്പിൽ നിന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ 2 ബാഗ് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബാക്ക് പാക്കിൽ നിങ്ങൾ വലിയൊരു ബാക്ക് പാക്ക് എടുക്കുക. ആ ബാക്ക് പാക്കിൽ തന്നെ നിങ്ങൾ മാക്സിമം സാധനങ്ങൾ പുഷ് ചെയ്ത് കയറ്റാനായിട്ട് ശ്രമിക്കാം. പിന്നെ ട്രോളി എടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക.
പിന്നെ എന്താ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. പിന്നെയും കുടയൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും, കാരണം മഴയാണ്, അങ്ങനെയുള്ള നമുക്ക് കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ എടുക്കേണ്ടി വരും. എന്നാലും ഡ്രസ്സൊക്കെ ആവശ്യത്തിന് മാത്രം എടുക്കുക കേട്ടോ. പിന്നെ ഇട്ട ഡ്രസ്സ് വീണ്ടും ഇടാൻ പറ്റും എന്ന് വിചാരിക്കണ്ട, കാരണം അതാകെ നമ്മൾ നടന്നു വരുമ്പോൾ തന്നെ ആകെ മുഷിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മാത്തേരാനോട് യാത്രയൊക്കെ പറഞ്ഞ് അമൻ ലോഡ്ജിൻ്റെ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നേരലിലേക്ക് പോവാണ്. അവിടെ നിന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് വേണം ദാദറിലേക്ക് പോവാനായിട്ട്. സോ ഇത് നമ്മൾ വന്ന പോലെ തന്നെ 600 രൂപയാണ് ഈ ഒരു ടാക്സിക്ക്. ഇതിപ്പം നമുക്കിപ്പോൾ എത്ര 7 സീറ്റർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ നമുക്ക് വേറെ ആരെയും നമ്മൾ എടുത്തില്ല. അതായത് ഡ്രൈവർ കൂട്ടി നമ്മൾ 4 കൂട്ടിക്കൊണ്ട് നമുക്ക് 5 പേരേ ഉള്ളൂ. ബാക്കിൽ വേണമെങ്കിൽ 2 പേരെയും കൂടെ വെക്കാം. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാത്ത ആരെയും നമ്മൾ എടുത്തില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഫുള്ള് നമ്മളുടെ ബാഗ് വെച്ചു. കണ്ടോ എൻ്റെ ഒരു അവസ്ഥ കണ്ടോ, ഫ്രണ്ടിലത്തെ ബാഗും ബാക്കിലത്തെ ബാഗും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് വരാനായിട്ട്. കാരണം ഞങ്ങൾ ഈ മുംബൈയിലും കൂടെയും പോകാൻ ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും നമുക്കൊരു ഭാരം ചുമക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എല്ലായിടത്തും പോകുമ്പോൾ ഒരു എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെക്കേണ്ട, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് വെക്കേണ്ടത് എനിക്ക് ഇച്ചിരി ഒരു പ്രശ്നമാണ്, അത് എൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ എനിവേസ് ഞങ്ങൾക്ക് നേരലിൽ നിന്ന് ഞങ്ങളൊരു ലോക്കൽ ട്രെയിൻ കിട്ടി. ലോക്കൽ ട്രെയിനിൽ ഞങ്ങൾ ദാദറിൽ പോകണം. ഏകദേശം 2 hours 2 hours ആണ് കേട്ടോ നമുക്ക് അവിടെ പോകാനായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ ട്രെയിനിൽ ഞങ്ങൾക്ക് ഇതുവരെയും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങോട്ട് പോയപ്പോഴായാലും ഇങ്ങോട്ട് വന്നപ്പോഴായാലും ലോക്കൽ ട്രെയിനിൽ ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാതെ ഞങ്ങൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ദാദറിലെത്തി. അവിടുന്ന് പിന്നെ നമുക്ക് ടാക്സി പിടിച്ച് നമ്മളുടെ റൂമിൽ പോകണം. അതായിരുന്നു നമ്മളുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം ഇവിടെ വന്ന് ഇറങ്ങി എങ്ങനെ ഊബർ ബുക്ക് ചെയ്യും, അത് ഞങ്ങൾക്കൊരു പ്രശ്നമായിരുന്നു. കാരണം എവിടെ നിന്നിട്ടും ഊബർ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പം എൻ്റെ കോലം കണ്ടപ്പോൾ മനസ്സിലല്ലോ എത്രത്തോളം ഞങ്ങൾ ടയേർഡായിരുന്നു. ചൂടുണ്ട്, പിന്നെ വെയിറ്റ് ആണ് എൻ്റെ മെയിൻ പ്രശ്നം. ഇത്രയും വെയിറ്റ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഫ്രണ്ടിലത്തെ ബാഗ് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങൾ ഒരു അണ്ടർപാത്തിലൂടെ ഞങ്ങളിങ്ങനെ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ആക്ച്വലി ലിറ്ററലി പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നിന്നും പിന്നെ ഇവിടുന്ന് ഊബർ ബുക്ക് ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷെ ഒരു ഊബറും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ കുറേ നേരം ഇവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു ടാക്സി സ്റ്റാൻഡിൽ പോയി. അവിടുന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ഒരാള് നമ്മളുടെ എയർബിഎൻബിയിൽ എത്തിച്ചു. അത് വലിയൊരു ചടങ്ങായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു ടാക്സി സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഈ ടാക്സി സ്റ്റാൻഡിലോട്ട് പോകുന്ന ഈ ഒരു റോഡിൽ സൈഡിൽ ഫുൾ ഇങ്ങനെ എന്താ പറയുന്ന കടകളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോർട്സ് ഒക്കെ ഇങ്ങനെ നോക്കി വെച്ചേക്കുക, കൊള്ളാമല്ലോ. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ പോകുമ്പോഴും കിട്ടും. ഐ മീൻ ലോക്കൽ മാർക്കറ്റിലൊക്കെ ചെന്നിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാമല്ലോ, വിലക്കുറവായിരിക്കും, അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ടാക്സി സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഊബറൊന്നും കിട്ടാത്തതുകൊണ്ട്. लोकेशन चालू कर देना सर जी, 200 रुपये दे देना इसको, 200 लोकेशन चालू कर देना। अरे सुनो यार, बोल रहा हूँ उधर ही पहले ही है, वो लोकेशन चालू कर 200 ले छोड़ दे। ഹലോ ഗൈസ്, ഞങ്ങൾ ഫൈനലി ഒരു അപ്പാപ്പനെ കണ്ടുപിടിച്ച് ഡ്രൈവറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ആയി, നല്ല പ്രായമായി. സോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പ്രോസസ്സിനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാനീ സംസാരിക്കുന്ന പോലെ. ഞങ്ങൾ നല്ല ടയേർഡാണ്, വെയിലാണ്, ചൂടിനൊരു കുറവില്ല, മീനൊക്കെ ഇവിടുന്ന് ഭരിക്കും. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ മതി. ആൾക്ക് 50 രൂപ കൊടുക്കുമോ എന്നുള്ളതായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വന്ന ചേട്ടൻ്റെ ക്വസ്റ്റ്യൻ. ഞങ്ങൾ സമ്മതിച്ചു, ഓക്കെ. എനിവേ ഊബറിന് 170, ഇതാകുമ്പോൾ 200. പക്ഷെ കുഴപ്പമില്ല, എന്തിനോ വഴിയിലൊരു ക്യൂ നിൽക്കുന്നു, എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളും കൂടെ നോക്കിക്കോ, ഇത് ക്യൂ വാങ്ങാനോ കൊടുക്കാനോ, എന്തോ വാങ്ങാനോ കൊടുക്കാനോ ഒക്കെയാണ്. എന്തായാലും ഞങ്ങൾ വഴി പറഞ്ഞു കൊടുത്താൽ ഈ പുള്ളിക്കാരന് പോകാൻ പറ്റത്തുള്ളൂ.
പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്മൈല് NRI ആയതുകൊണ്ട് മാനേജ് വെൽ, എസ്പെഷ്യലി ഹിന്ദി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഭണ്ഡാരം നെക്സ്റ്റ് ടൈം ബൈ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ബ്ലോക്കാണ്. നമുക്ക് കുറച്ച് ദൂരേ ഉള്ളൂ പോവാമെങ്കിൽ നല്ല ബ്ലോക്കാണ്. പിന്നെ എനിക്കറിയില്ല ഇയാൾക്ക് എന്താണ് നമ്മളോട് ഇത്രയും ദേഷ്യം. ഇയാൾ നമ്മളെ വിളിക്കാത്ത വിളിയില്ല കേട്ടോ. ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു. നമ്മളെയാണോ പറഞ്ഞത്? സ്മൈൽ പറയാൻ നമ്മളെ അല്ല പറഞ്ഞ, അത് ഏൽപ്പിച്ച് വിട്ട ആളെയാണ് പറഞ്ഞത്. കാരണം അയാൾക്ക് സ്ഥലം പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ടും നമ്മൾ പറയുന്നത് ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആൾക്ക് അറിയില്ല ആ സ്ഥലം ആക്ച്വലി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മളെ അയാളുടെ തലയിൽ കെട്ടിവെച്ചു എന്നൊക്കെയാണ് മറ്റേ ആളെ ഇയാൾ പറയുന്നത്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി ഞങ്ങള്. പിന്നെ നമ്മൾ ഫൈനലി കുറച്ച് ദൂരമൊക്കെ കഴിഞ്ഞ് അയാൾക്കുള്ള ഫെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ Airbnb സിൽവർട്ടൺ എന്ന് പറയുന്ന Airbnb-യിൽ ഞങ്ങൾ ചെന്നു. ഈ ഒരു Airbnb-ന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? എൻ്റെ അടുത്ത് ആൾറെഡി എന്താണ് സ്മൈലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പുറമോടി കൊണ്ട് ഇതിനെ ജഡ്ജ് ചെയ്ത്. കാരണം പുറത്ത് നോക്കുമ്പോൾ ഒരു ലോക്കൽ വീട്, അങ്ങനെ ഒരു പക്കാ മുംബൈ വീട് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ബട്ട് അകത്തോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഐ മീൻ ലിറ്ററലി എല്ലാ സാധനങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. ആവി പിടിക്കുന്ന മെഷീൻ വേണോ, ഹീറ്റർ വേണോ, AC വേണോ, എല്ലാ സാധനങ്ങളും ഈ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചെന്നപ്പം തന്നെ അവിടെ മാനേജർ ഉണ്ടായിരുന്നു. അപ്പൊ മാനേജറാണ് കേട്ടോ നമുക്ക് വീടൊക്കെ ഓപ്പൺ ചെയ്ത് തന്നത്. അങ്ങനെ ആള് വീടൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. അപ്പൊ ഞങ്ങൾ ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ട് അകത്തോട്ട് കയറി. ഈ ഒരു കാർപ്പറ്റ് ഉണ്ടല്ലോ, അടിപൊളി കാർപ്പറ്റ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ ജെല്ലി കാർപ്പറ്റ്, നമ്മൾ ചവിട്ടും മറ്റേ ജെല്ലുകൾ പോകുന്ന പോലെ ഉള്ളൊരു കാർപ്പറ്റാണ്. അപ്പം ഇതാണ് നമ്മൾ കയറി വന്നൊരു വഴിയാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു റൂമുണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഒരു എന്താ ഹാളുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കിച്ചൺ ഉണ്ട്. ഈ ഒരു ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൂമുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ഒരു ആർക്കിടെക്ചർ, ഒരു സിംപ്ലി പറഞ്ഞാലുള്ള ഒരു ആർക്കിടെക്ചർ. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര മീൻസ് ഒരു എക്സൈറ്റ്മെന്റ് തോന്നി. കൊള്ളാലോ, അങ്ങനെ അവരത് കൺസ്ട്രക്ട് ചെയ്തല്ലോ എന്ന് തോന്നി. നല്ലതായിരുന്നു കേട്ടോ അവിടെ. നെക്സ്റ്റ് റൂം, ഈ റൂമിന് സെയിം ബാത്റൂമാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം. ഈ ബാത്റൂം തന്നെയാണ് ഈ റൂമിൽ. ഇതാണ് വീഡിയോ ഓഫ് ദിസ്. പിന്നെ നമുക്ക് കിച്ചണിലാണെങ്കിൽ എക്സ്ട്രാ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ കിച്ചണിലെ ഫ്രിഡ്ജ്. അടിപൊളി ഫ്രിഡ്ജ്, എൻ്റെ ഭഗവാനെ. ഇത് ഞങ്ങൾ എവിടെ ഓക്സിജനിൽ എങ്ങാണ്ട് പോയപ്പോൾ ഒരു ഫ്രിഡ്ജ്, ഈ ടൈപ്പ് ഫ്രിഡ്ജ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ 50,000 70,000 ഒക്കെ റുപ്പീസ് വിലയാണ്. 1 lakh അടുപ്പിച്ച് വിലയാണ് കേട്ടോ ഈ ടൈപ്പ് ഫ്രിഡ്ജിന്. അങ്ങനെ നല്ലൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഐ മീൻ ആവി പിടിക്കുന്ന മെഷീൻ വരെ ഉണ്ട്. ഇത് ചെറിയൊരു ബാത്റൂമാണ്. അത് ഈ അടുക്കളയിൽ കിച്ചണിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ബാത്റൂം. മുംബൈയിലെത്തി, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. സോ ഇതാണോ സ്കേർട്ടാണോ? സ്കോട്ട് അടിക്കലേ സ്മേലേ. അങ്ങനെ ഞാൻ മുംബൈയിൽ എത്തിയെന്ന് ആ ഫോണിൽ എടുത്തപ്പോൾ തന്നെ ഫോണിലെ സ്പേസ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാം, മീൻസ് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ പ്ലേറ്റൊക്കെ കഴുകി. നീനുവിനെയാണ് അവിടെ പ്ലേറ്റ് കഴുകാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്തത് റൊട്ടി ഓർഡർ ചെയ്തു, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, ബട്ടർ ചിക്കൻ ഓർഡർ ചെയ്തു, പിന്നെ വേറൊരു ടൈപ്പ് ചിക്കൻ. പിന്നെ ഞങ്ങൾ ഡെസേർട്ട്സും 2 ഡെസേർട്ട്സും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഡെസേർട്ട്. പിന്നെ മറ്റേ മാംഗോയുടെ വേറൊരു ഡെസേർട്ടും. ഡെസേർട്ട്സ് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ
തിരിച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഡെസേർട്ട് ഇങ്ങനെ വാങ്ങിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വേറെ ഡെസേർട്ട് ട്രൈ ചെയ്തു. ഇത് ട്രൈ ചെയ്തല്ലോ, ഇനി അടുത്ത ഡെസേർട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വേറെ ഡെസേർട്ടാണ് ട്രൈ ചെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമ്മളുടെ പിന്നുള്ള അങ്ങോട്ട് പോലുള്ള ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാവേ, അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര വലുതായിപ്പോൾ. ഞാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് വീഡിയോ എങ്ങനെയും ഒക്കെ ഒപ്പിച്ചിട്ടിടാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.